വിദ്യാഭ്യാസ അഴിമതിക്കും തൊഴിൽ നിഷേധത്തിനുമെതിരെ ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ യുവജന റാലിയും പൊതുസമ്മേളനവും. ഉണരണം ഇന്ത്യ, പൊരുതണം യുവത, വിദ്യാഭ്യാസ അഴിമതിക്കും തൊഴിൽ നിഷേധത്തിനും പകരം ചോദിക്കുമെന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കായംകുളം പട്ടണത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെ യുവജന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. NS സ്മാരക മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച ആവേശഭരിതമായ യുവജന റാലി നഗരം ചുറ്റി പാർക്കു മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഡിവൈഎഫ്ഐ മുൻ നേതാവും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ KH ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു. ആരെയും മതവിദ്വേഷികളായി പ്രഖ്യാപിക്കുക, അങ്ങനെ ദേശത്തിന്റെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പുണ്ടാക്കി രാജ്യത്ത് വിധ്വംസകമായ ഒരു നിലയിൽ നിന്നുകൊണ്ട് പിന്തിരിപ്പനായ നിലപാടുകളും അഴിമതി നിറഞ്ഞതായ ഭരണ നടപടികളും സ്വീകരിച്ചു വന്ന നരേന്ദ്രമോദി ഭരണത്തെ ഈ രാജ്യത്തെ ജനങ്ങൾ ചോദ്യം ചെയ്തു. ഈ രാജ്യത്തെ യുവാക്കൾ അവരെ മുട്ടുകുത്തിച്ചു എന്നുള്ളതാണ് സ്വാതന്ത്ര്യത്തിന്റെ 80ാം പിറന്നാളിലേക്ക് കടക്കുമ്പോൾ നമ്മെ ആവേശം കൊള്ളിക്കുന്ന സംഗതി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല ഈ സംഭവഗതികൾ. എല്ലാ പരീക്ഷകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ കീഴിൽ 2017 മുതൽ BJP ഗവൺമെന്റ് കൊണ്ടുവന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമായ നടപടിയാണ്. സമവർത്തി പട്ടികയിലാണ് വിദ്യാഭ്യാസം നിൽക്കുന്നത്, കൺകറൻസ് ലിസ്റ്റിലാണ്. ആ കൺകറൻസ് ലിസ്റ്റ് തന്നെ കോൺഗ്രസ് ഗവൺമെന്റ് മുമ്പ് കൊണ്ടുവന്നതാണ്. ഭരണഘടനയ്ക്ക് രൂപം നൽകുമ്പോൾ വിദ്യാഭ്യാസം സംസ്ഥാന വിഷയമായിരുന്നു. സംസ്ഥാന വിഷയത്തിൽ നിന്ന് സമവർത്തി പട്ടികയിലേക്ക് കോൺഗ്രസ് കൊണ്ടുവന്നു. സമവർത്തി പട്ടികയിലേക്ക് വന്ന വിദ്യാഭ്യാസത്തെ കേന്ദ്ര ഗവൺമെന്റ് വിവിധ രൂപത്തിലുള്ള എക്സിക്യൂട്ടീവ് ഓർഡറുകളിലൂടെ, വിവിധ തരത്തിലുള്ള ദേശീയ നിയമനിർമ്മാണ നടപടികളിലൂടെ തങ്ങളുടെ കൈപ്പിടികളിലേക്ക് കൊണ്ടുവന്നു. അതിന്റെ ഒരു ഭാഗമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അതിന് ഈ പറഞ്ഞ നീറ്റ് പരീക്ഷ മാത്രമല്ല, നീറ്റ് പരീക്ഷ മുതൽ UGCയുടെ വിവിധങ്ങളായ ടെസ്റ്റുകൾ, അത് ഫെലോഷിപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ അടക്കം ഇതിന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നു. ഇതിന്റെ മറവിൽ കോടാനുകോടി രൂപയുടെ കൊള്ളകൾ രാജ്യത്ത് നടന്നു. ന്യായമായ രൂപത്തിലുള്ള പരീക്ഷാ നടത്തിപ്പ് അല്ല രാജ്യത്ത് നടക്കുന്നത് എന്ന് വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് അവര് സമരരംഗത്തേക്ക് വന്നത്. വളരെ ആവേശകരമായ സമരമായി മാറി തീർന്നത്. ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് പ്രസിഡന്റ് അഖിൽ ST അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് സെക്രട്ടറി മുഹമ്മദ് ജുറൈദ് സ്വാഗതം ആശംസിച്ചു. CPM കായംകുളം ഏരിയ സെക്രട്ടറി B അബിൻഷാ, ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CA അഖിൽ കുമാർ, അഡ്വക്കേറ്റ് J മിനീസ, സന്ദീപ് ചന്ദ്രൻ, അതുൽജിത്ത്, ആശ അരുൺ, ലെനിൻ സന്യാൽ, സനൂജ്, നൌഫൽ ഷാജി, ജിജോ ജോൺ തുടങ്ങിയ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.